പത്തനംതിട്ടയിൽ ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ എസ്ഐക്കെതിരെ നടപടി. എസ്ഐ ജിനുവിനെ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റി. പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പരിക്കേറ്റ ശ്രീജിത്തും ഭാര്യ സിദ്ധാരയുമാണ് ഒപ്പമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞു. ആരോപണ വിധേയനായിട്ടുള്ള എസ്ഐയെ SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഈ ഒരു നടപടി, ഞങ്ങൾക്കൊരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഞങ്ങളെ അവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു 4-5 പേര് ഞങ്ങളുണ്ടായിരുന്നു. അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ ഞങ്ങളെ യാതൊരു അവിടെ അവർക്കൊരു തെറ്റ് കാണിക്കാൻ പറ്റത്തില്ലാത്ത രീതി ഞങ്ങളവിടെ ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളവിടെ ചുമ്മാ നിൽക്കുമായിരുന്നു. ഇവരൊരു ജീപ്പിന് വന്ന് ഇറങ്ങി ഓറാന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഓടിച്ചിട്ട് അങ്ങ് അടിക്കുമായിരുന്നു. എന്നെ കാരണം എന്ന് പോലും ചോദിച്ചിട്ട് ഇവർക്കൊന്നും പറയാനില്ല. ഞങ്ങളങ്ങ് മർദ്ദിക്കുമായിരുന്നു. ഞങ്ങൾ ഓടി, ഞങ്ങൾ രണ്ടുപോയി വീണപ്പോഴും അവർ ഞങ്ങൾ നിലത്ത് കടത്തി അങ്ങ് അടിക്കുമായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായതുകൊണ്ട് ഇവനൊക്കെ തുടയെല്ലാം അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുക. വൈഫിൻ്റെ ഷോൾഡറെല്ലാം പോയി, ഇതുപോലെ കൈ ഇഞ്ചുറി ആയി, എല്ലാം പരിക്കുക. ഈ ഒരു നടപടി ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ തല അടിച്ച് പൊട്ടിച്ച് ഈ ഒരു നമുക്കറിയാം ഹെഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം തന്നെയാണ്. അപ്പോൾ ആ രീതിക്കുള്ളൊരു കേസ് ഉണ്ടാകണം പുള്ളിക്കെതിരെ. പിന്നെ അട്രോസിറ്റി ആക്ട് പ്രകാരം ഞങ്ങൾ ദളിത് വിഭാഗത്തിലുള്ളവരെ ഞങ്ങളെ എവിടെ വെച്ചാലും കണ്ടാലും തല്ലാന്നുള്ളൊരു ബോധമായിരിക്കും പുള്ളിക്കുള്ളത്. പക്ഷേ അതൊന്നും ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ച് കൊടുക്കത്തില്ല. ഇതിനൊക്കെ ഏത് അവസാനം വരെ ഞങ്ങൾ ഇതിനു വേണ്ടി പോകും. പുള്ളിയുടെ ജോലി തന്നെ പോകണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. പുള്ളിയുടെ എല്ലാ കൂടെ ആരൊക്കെ ഞങ്ങൾ ആക്രമിച്ചോ അവരെല്ലാം ഇനി ഒരിക്കലും സർവീസിലുണ്ടാകാൻ പാടില്ല. സിദ്ധാരയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈ സ്ഥലം മാറ്റ നടപടിയിൽ തൃപ്തിയല്ല. കാരണം അത്രയും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എനിക്കിനി 1.5 മാസത്തോളം റെസ്റ്റ് വേണം ഇതൊന്ന് പഴയ പോലെ ആകാനായിട്ട്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. ജോലിയിലായാലും അത്രയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അത്രയും ബുദ്ധിമുട്ടിച്ച ഒരു കാര്യത്തിൽ ഇത്രയും ചെറിയൊരു നിസ്സാരമായിട്ടൊരു നടപടി മാത്രം ഞങ്ങൾ സംതൃപ്തരല്ല. അതുകൊണ്ട് സസ്പെൻഷൻ തന്നെ വേണം. അത് തന്നെയല്ല, ഈ പറഞ്ഞ അട്രോസിറ്റി ആക്ട് അനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ളൊരു നടപടി കൂടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും നിയമ നടപടികളെ കുറിച്ച് ആലോചനയുണ്ടോ? അത് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇതിവിടം കൊണ്ട് നിർത്തുന്നില്ല. 1-2 ദിവസത്തെ ഒരു ന്യൂസ് കൊണ്ട് അവസാനിപ്പിക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. സ്ഥലമാറ്റം എന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടിയാണ് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വിശദീകരിക്കുന്നത്. വൈകാതെ തന്നെ ഈ വിഷയത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കാത്തിരുന്ന കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.